സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ദീർഘകാലത്തെ അധ്വാനത്തിലൂടെ മാത്രം അഭ്യസിക്കാൻ കഴിയുന്നതും അനായാസം അനുകരിക്കാൻ ഒട്ടും സാധ്യമല്ലാത്തതുമാണ് ക്ലാസിക് എന്ന് വിവക്ഷിക്കപ്പെടുന്ന എല്ലാതരം കലകളും. കഥകളിയായാലും മറ്റു നൃത്തവിശേഷങ്ങളായാലും ശാസ്ത്രീയ സംഗീതമായാലും അവയെല്ലാം പരിണാമ വഴികളിൽ ഏറെ സഞ്ചരിച്ചതിനു ശേഷമാണ് ഇന്നത്തെ പ്രകൃതത്തിൽ എത്തിച്ചേർന്നത്. മാറ്റത്തിന്റെ ഓരോ ഘട്ടത്തിലും പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും നൂതന പരീക്ഷണങ്ങൾക്ക് മുതിരുന്നവരും തമ്മിൽ അഭിപ്രായ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. എങ്കിലും ഇരു കൂട്ടരുടെയും നിലപാടുകൾ അതതു കലാരൂപങ്ങളെ തളർത്തുകയല്ല, ശക്തിപ്പെടുത്തുകയാണ് എപ്പോഴും ചെയ്തിട്ടുള്ളത്. ഇത് സൂക്ഷ്മ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാലാനുസൃതമായി കഥാസ്വീകരണത്തിലും വേഷവിധാനത്തിലും എന്ന പോലെ പാട്ടിലും പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കഥകളി അരങ്ങത്ത് താൻ 50 കൊല്ലം മുമ്പ് അഭ്യസിച്ച സംഗീത സമ്പ്രദായം തന്നെ തുടരുകയും ശിഷ്യരെ ആ രീതി നിലനിർത്താൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് വേറിട്ട കാഴ്ചകളുടെ ഈ ലക്കത്തിലെ അതിഥി. നമ്മുടെ നാട്ടിൽ കഥകളി ഒരു 4-5 ദിവസം തുടർച്ചയായിട്ടുണ്ടാവും. അതിൽ ആഗ്രഹം തോന്നി അങ്ങനെ ശ്രമിച്ചത്. കോട്ടയ്ക്കലാണ് ആദ്യം. കോട്ടയ്ക്കൽ കലാകാരന്മാർ നമ്മുടെ വീട്ടിൽ വലിയൊരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുളിക്കാനൊക്കെ വരുമ്പോൾ അവരായിട്ട് സംസാരിക്കും. അവർ കേൾക്കാൻ നോക്കണം, നമുക്ക് അറിയണ ജാതിയിൽ എന്തെങ്കിലുമൊക്കെ പാടും. അപ്പോൾ അതിലത്തെ ഒരാൾ ചോദിച്ചു, പാട്ട് പഠിക്കാൻ മോഹമുണ്ടോ? എന്നാൽ അങ്ങോട്ട് വരുമോ? കോട്ടയ്ക്ക് ചെന്നപ്പോൾ ഈ ഇവർ തമാശയിൽ പറഞ്ഞതാണെന്നുള്ള കാര്യം അവിടെ ചെന്നപ്പോഴാണ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ചൊവ്വൂർ മന പറഞ്ഞൊരു മനയുണ്ട്. അവിടെ പോയപ്പോൾ ഇപ്പം ഇവിടെ ചെയ്യണില്ല, പൂവിളി മനക്കിലേക്ക് പൊക്കോളൂ പറഞ്ഞു. പെരുങ്ങോട്ട് പൂവിളി മന അവിടെ പോയിട്ട് പിന്നെ ഒരു 2 മാസം അവിടെ തുടങ്ങി. വൈദ്യനാഥ ഭാഗവതരുടെ അണ്ടറിൽ കലാമണ്ഡല രാമകുട്ടിമാരാണ് ആദ്യം തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഗോർപ്പള്ളി പരമേശ്വരൻ നമ്പൂരി ആളിത് റേഡിയോയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് അധിക സമയവും പാട്ട് പഠിപ്പിച്ചത്. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും കലാമണ്ഡലത്തിലേക്ക് ഇൻ്റർവ്യൂവിന് ഒരു ഇത് കണ്ടു, പരസ്യം കണ്ടു. അപ്പോൾ പോയി നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു കാരണവർ പറഞ്ഞു. അവിടെ പോയി കലാമണ്ഡലത്തിൽ പോയി 57 ഇവിടെ കലാമണ്ഡലത്തിൽ ശിവരാമൻ നായർ, കലാമണ്ഡലം നമ്പി, നീലകണ്ഠ നമ്പീശൻ, മാധവ പണിക്കർ, ഇതല്ലാണ്ട് പിന്നെ കർണാടക സംഗീതത്തിൻ്റെ ചില ഭാഗവതന്മാർ മാറി കുറച്ച് പഠിച്ചിട്ടുണ്ട്. പുഷ്കര ത്വൽകൃപ കാരണേന പുഷ്കര വിലോചന ത്വൽകൃപ കാരണേന ചൊൽക്കൊണ്ട കഥകളി പാട്ടാണ് ഞാൻ ഉണ്ടായത്. പക്ഷെ ആദ്യം ഇവിടെ വന്നതിന് അന്ന് രാത്രി തന്നെ വേഷം കിട്ടാൻ വേണ്ടി വന്നു. അത് ഇവിടെ ഈ അടുത്തൊരു അമ്പലത്തിൽ മിലിറ്ററിക്കാരുടെ ക്യാമ്പുണ്ട്. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടി കലാമണ്ഡലത്തിൽ കളി. അപ്പോൾ എനിക്കിപ്പോൾ ഈ കഥകളി പറ്റി ആധികാരികമായിട്ട് ഒന്നും അറിയില്ല, ഒന്നും ചെയ്യാനുമില്ല. കിരാടൻ കഥയിലത്തെ കാട്ടാളൻ. അപ്പോൾ അതിൽ കുട്ടിക്കാട്ടാളൻ വെറുതെ ഓടി നടക്കുക, അത്രയ്ക്ക് തന്നെ കൊണ്ടുപോയി പറയുന്നത്. അതാണ് ആദ്യത്തെ പാട്ടാ പഠിക്കാൻ വെച്ചാൽ വേഷമാണ് ആദ്യം ചെയ്തത്. ഞങ്ങൾ 57, 58 അദ്ദേഹം മരിച്ചത്. 58 മാർച്ചിലാണ്
പടത്തോളം വെച്ച് ചേരുമ്പോൾ ഇവിടെ ഉണ്ട്. അന്ന് പഴയ കലാമണ്ഡലത്തിലാണ് ഈ പുഴയുടെ പക്കത്ത് നീളാ കമ്മീഷണർ അപ്പം അതിന് പേര് പറയാം. അവിടെയാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത്. ഒന്നാമത് ചെവി കേൾക്കില്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കയ്യും കലാശമൊക്കെ കാണിച്ച് അങ്ങനെയാണ് സംസാരമൊക്കെ ഉണ്ടായിരുന്നത്. ശരിക്കും കഥകളിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആദ്യം മുതൽക്കേ അദ്ദേഹം അവിടെ ഉണ്ടാവും. കുട്ടികളെ പഠിപ്പിക്കണ മുതൽക്ക് ഓരോ ക്ലാസ്സിലും വേണ്ട നിർദ്ദേശങ്ങൾ തന്നിട്ടും അങ്ങനെ ഉള്ള ഒരാളായിരുന്നു. പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരത്തെ മണ്ണമ്പറ്റ മാടമ്പി മനക്കിൽ ശങ്കരൻ നമ്പൂതിരിയുടെയും ശ്രീദേവി അന്തർജനത്തിന്റെയും മകൻ സുബ്രഹ്മണ്യൻ ഇല്ലത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിലെ കഥകളി കണ്ടും കേട്ടുമാണ് വളർന്നത്. വേഷത്തെക്കാളും മേളത്തെക്കാളും കുട്ടിയെ ആകർഷിച്ചത് സംഗീതമായിരുന്നു. കേട്ടുപഠിച്ച പദാംശങ്ങൾ മൂളിപ്പാടി നടന്ന് സ്കൂൾ പഠനം 7ാം തരത്തിൽ നിർത്തി 12ാം വയസ്സിൽ വള്ളുവനാട്ടെ മുഖ്യ കലാസങ്കേതമായിരുന്ന പൂമുള്ളിമനയിലും പിന്നീട് കലാമണ്ഡലത്തിലും എത്തി. ആദ്യം ചെയ്യേണ്ടി വന്നത് കിരാതത്തിലെ കാട്ടാളന്റെ വേഷമായിരുന്നുവെങ്കിലും വൈകാതെ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, ശിവരാമൻ നായർ, മാമ്പുഴ മാധവപ്പണിക്കർ എന്നിങ്ങനെയുള്ള വിഖ്യാത ഗായകന്മാരുടെ ശിഷ്യത്വം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായി. കാലത്ത് 3 മണി മുതൽക്ക് സാധകം ഞങ്ങൾ പഠിക്കുന്ന കാലത്തുള്ളതാണ്. ഇപ്പം അത് കുറച്ചുകൂടി മാറ്റം വന്നിട്ടുണ്ട്. ഒരു 6:30 മണി വരെ സാധകം ചെയ്യുക. ഓരോ വിഭാഗവും വേറെ വേറെ ആയിട്ട് സംഗീതമാണ് വെച്ചാൽ അത് സാധകം ചെയ്യുക. അതുപോലെ വേഷക്കാർക്ക് കുഴിച്ചിൽ, കണ്ണ് സാധകം, അങ്ങനെയുള്ള ചെണ്ടക്കാർക്ക് അത് ഒരു 6:30 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 8:30 മുതൽക്ക് ചൊല്ലിയാട്ടം. ചൊല്ലിയാട്ടം എന്ന് പറഞ്ഞാൽ ഈ ചെണ്ടയും മന്ത്രവും പാട്ടും വേഷമൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള, മറ്റ് സെപ്പറേറ്റായിട്ട് ഓരോ ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് ചെയ്യണ അതാണ് ഞാൻ ചൊല്ലിയാട്ടം എന്ന് പറയുക. അതൊരു 12:30 വരെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞാൽ ഒരു 3:30 ആദ്യം തുടങ്ങി 5:30 മണി വരെ ആദ്യം ഈ ചൊല്ലിയാട്ടം തന്നെ. ചൊല്ലിയാട്ടത്തിന് പോകാൻ ആവാത്ത കുട്ടികൾക്ക് പ്രത്യേക ഇരുത്തി പഠിപ്പിക്കും. അങ്ങനെയായിരുന്നു. പിന്നെ രാത്രി 1 മണിക്കൂർ ഈ അക്ഷരങ്ങൾ തോന്നിക്കാനും അതിനുള്ള അവസരമായിട്ട് അത് 1 മണിക്കൂറായിരുന്നു. കഥ പറഞ്ഞു തരലും പിന്നെ അതിന് നമുക്ക് ഓരോ താളങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തരലും അതിനുള്ള ഒരു ക്ലാസ്സായിട്ടാണ് അത്. 9 മണിക്ക് കിടക്കാം. പിന്നെ ആദ്യം ഇപ്പോൾ ഒരു 4:30 5 മണിയൊക്കെ ആവും വരാൻ. അന്ന് പിന്നെ ആ സമയത്തേക്ക് എണീറ്റില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ശിക്ഷകളുണ്ടാവും. ഇന്നിപ്പോൾ അത് പറ്റില്ല. ഇന്ന് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ബാലപീഡനം അല്ലെങ്കിൽ വിദ്യാർത്ഥി പീഡനം എന്നൊക്കെ പറഞ്ഞ ആക്ഷേപം. അപ്പോൾ ഒന്നും ചെയ്യില്ല. അവർ പഠിക്കണം, നമുക്ക് പറഞ്ഞു കൊടുക്കുക, അവർ പറ്റിയേക്ക് പഠിച്ചോട്ടെ എന്ന് വിചാരിക്കും. അത്രേ പതിവുള്ളൂ. അന്നത്തെ മുടക്ക ദിവസമൊന്നും ശരി ചെയ്യാറില്ല. വാവ് അങ്ങനെയുള്ള അഷ്ടമി അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ രാമകുട്ടി നായർ, കാമണ്ഡലം ഗോപി, വാഴങ്കട കുഞ്ചുനായർ, കീഴ്പ്പടം കുമാരൻ നായർ, ഇവരുടെയൊക്കെ ഒപ്പം പിന്നിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ വളരെയധികം ഒരു കൃതാർത്ഥതയുണ്ട്. ഒപ്പം പേടിയില്ല. കാരണം നമ്മുടെയൊക്കെ ഗൃഹാഹന്മാരുടെ തുല്യമായിട്ടുള്ളവരാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് അറിയുള്ളൂ. എന്നാൽ അവരുടെയൊക്കെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമാണ്. ഗോപിയാശാൻ എൻ്റെ സീനിയറാണ്. ഗോപിയാശാൻ ഞാൻ ചേരുമ്പോൾ അദ്ദേഹം അവസാന കൊല്ലം ആയിട്ടുണ്ട്. എൻ്റെ ആശാനല്ല, എൻ്റെ സീനിയർ ഗോപിയേട്ടൻ എന്നാണ് ഞാൻ ഇപ്പോഴും വിളിക്കുക. സോമദേ ഭൂസുര മൗലേ ഗലയാമി സോമദേ. 65 കോഴ്സ് കഴിഞ്ഞ് 2 കൊല്ലം പത്രിപ്പാല സദനത്തിൽ ഗാന്ധി സദനം അവിടെ അധ്യാപകനായി. 68 മുതൽ കലാമണ്ഡലത്തിൽ അധ്യാപകനായിട്ട് വന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കലാമണ്ഡലത്തിൽ നിൽക്കണം. ഇല്ലാതെ ചില കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ചായിരുന്നു. ഇപ്പോൾ ഈ പ്രായാധിക്യം കാരണം അതൊക്കെ കുറേ വേണ്ടാച്ചിരിക്കും. കഥകളി കാണാൻ പോകുന്ന ഒരു കാലം മുതൽ
സംഗീതത്തിനോടുള്ള ഒരു ഭ്രമം, പുതിയ പുതിയ രാഗങ്ങൾ പരീക്ഷിക്കുക, അത്തരത്തിലുള്ള ഒരു വിഭാഗം പാട്ടുകാരുടെ ഇടയിൽ വളരെ വ്യത്യസ്തനായിട്ട് കേരളീയ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ശുദ്ധ സംഗീതത്തിൻ്റെ വക്താവായിട്ട് എന്നും നിലകൊണ്ടിരുന്നത് മാടമ്പിയാശാനെ പോലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാടമ്പിയാശാൻ്റെ സംഗീതത്തിൽ ആകൃഷ്ടനായിട്ടാണ് മാടമ്പിയാശാൻ്റെ അടുത്ത് തന്നെ പഠിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയത്. മറ്റേതൊരു അരങ്ങിലും മാടമ്പിയാശാൻ്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ വളരെ അർഹമായിട്ടുള്ളൊരു പരിഗണന നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം മാടമ്പിയാശാൻ്റെ അടുത്ത് പഠിച്ചവരൊക്കെ ആ ഒരു ചിട്ട കാത്തു സൂക്ഷിക്കാൻ പ്രാപ്തരാണ് എന്ന് ഇന്നത്തെ കഥകളി ജനത അല്ലെങ്കിൽ കഥകളിയിലെ ആസ്വാദകർ അത് വിലയിരുത്തുന്നുണ്ട്. സാരസ നേത്ര പോരുമേ കൂജീടകം പാരാദശിച്ച കഥകളിയുടെ ശുദ്ധമായ ക്ലാസിക്കൽ പാരമ്പര്യത്തിൽ നിന്ന് ഒട്ടും തന്നെ വ്യതിചലിക്കാൻ കൂട്ടാക്കാത്തതിന്റെ പേരിലാണ് ഇന്ന് കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി പ്രസിദ്ധനായിട്ടുള്ളത്. കഥകളി കഥകളിയായും കഥകളി സംഗീതമായും നിലനിൽക്കണമെങ്കിൽ അതിലൊന്നും പുതുമയ്ക്ക് വേണ്ടിയോ പാട്ടുകാരന്റെ സൗകര്യം നോക്കിയോ ആസ്വാദകരുടെ താല്പര്യമനുസരിച്ചോ പരിഷ്കരണം അനുവദിക്കരുതെന്ന് ഈ ആശാന് നിർബന്ധമുണ്ട്. പുതിയ കലാരൂപങ്ങൾക്ക് അദ്ദേഹം എതിരല്ല. രാമനാട്ടത്തിൽ നിന്നും കൃഷ്ണനാട്ടത്തിൽ നിന്നും കഥകളി രൂപപ്പെട്ടതുപോലെ കഥകളിയിൽ നിന്ന് വേറെ നൃത്ത സംഗീത സമ്പ്രദായങ്ങൾ വികസിച്ചു വരികയാണെങ്കിലും പഴയ കലാരീതികൾ അവയുടെ വിശുദ്ധിയിൽ തന്നെ നിലനിൽക്കുകയാണ് വേണ്ടത്. ഇത് പൊതുവെ മുഴുവൻ മനസ്സിലാവണമെങ്കിൽ പുരാണ പരിചയം കുറച്ചെങ്കിലും വേണം. പിന്നെ സംഗീതത്തിനും വാദ്യത്തിലൊക്കെ താല്പര്യമുള്ളവർക്ക് അത് മനസ്സിലാവുന്നല്ലാണ്ട് ഇന്നിപ്പോൾ അത് താരതമ്യേന കുറവാണ്. പഴയ കാലത്തൊക്കെ നമ്മുടെ കുടുംബത്തിലുള്ള മുത്തശ്ശിമാരോ അങ്ങനെയൊക്കെ പല കഥകളും പറഞ്ഞ് തന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. അപ്പം അതിൻ്റെ ഒരു കുറവ് ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഫാഷനായിട്ട് എല്ലാവരും ഇത് കണ്ടാൽ വിദേശികളടക്കം ആസ്വദിച്ചിട്ട് അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോൾ വേണമെന്ന് തോന്നി തുടങ്ങി. ഏറ്റവും അധികം വേണ്ടത് സ്വഭാവ ഗുണം. അതാണ് ഏറ്റവും അധികം വേണ്ടത്. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്ഥിതി. അവരുടെ തെറ്റുകൾ കണ്ടാൽ അത് തിരുത്താൻ പറ്റുന്നവരാണെങ്കിൽ തിരുത്തി കൊടുക്കുക. അതുപോലെ നമ്മുടെ പ്രവൃത്തി രേമാണെന്നും ആൾ പറഞ്ഞാലും അതിന് വിനയം ഉണ്ടാവുക. അതിനൊക്കെ ഒരു പരിധി അത് ഉണ്ടാവണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഒരു 4-5 പേര് നല്ല പാർട്ട്ണർ കുട്ടികളുണ്ട്. വിനോദ്, കലാമണ്ഡലത്തിലുള്ള അധ്യാപകർ വിനോദ്, ബാബു, ഹരീഷ്, അജേഷ്. പിന്നെ ഇത് കലാമണ്ഡലത്തിലല്ലാത്ത ഒരാളുണ്ട്, ഒരു രാമോഹൻ, നെടുമ്പള്ളി രാമോഹൻ അങ്ങനെ ആളുണ്ട്. കലാതിലം രാജീവ്. ഇവരൊക്കെ വളരെ നല്ല. പക്ഷെ അവർക്കൊക്കെ ഈ പുതിയ സമ്പ്രദായത്തിൽ ഉള്ള ഇതാണ് ആൾക്കാർക്ക് ഇഷ്ടം. എൻ്റെ കുറേ പഴഞ്ചനാണ്, ഞാനും പഴഞ്ചനായല്ലോ. അത് കാരണം കുറേ കഴിയുമ്പോൾ ഈ പുതിയതല്ല പഴയത് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ആളിലിപ്പോൾ എന്നെ സമീപിക്കുന്നുണ്ട്. എൻ്റെ കേമത്തങ്ങൾ ഉണ്ടായിട്ടാണെന്ന് അറിയില്ല. ഭൂസുരനെ പൊക്കമേറും സൗധമേറ്റി സൽക്കരിച്ചതും ഓർത്താൽ മൽഭാഗ്യം എന്തു ചൊല്ലൂ. കഥകളി ചിട്ട എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഉദാഹരണം പറയാം. കത്തിവേഷങ്ങളുടെ പതിഞ്ഞ ഇരട്ടി പിടിക്കുന്ന സമയത്ത്, ഇരട്ടിയുടെ സമയത്ത് ഒറ്റയടി പിടിച്ചു പാടുക എന്നൊരു സമ്പ്രദായം കഥകളിയിൽ നിലവിലുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഒറ്റയടി പിടിച്ചു പാടുന്ന ഏക പാട്ടുകാരൻ ഒരുപക്ഷെ മാടമ്പിയാശാനായിരിക്കും.
അത് കഥകളിയുടെ ആ സാമ്പ്രദായികമായിട്ടുള്ള അതൊരു ചിട്ടയാണ്. ആ ചിട്ടയിൽ നിന്ന് വ്യതിചലിച്ച് സാധാരണ പോലെ താളം പിടിക്കുകയാണ് മിക്കവാറും എല്ലാവരും എളുപ്പത്തിന് വേണ്ടി ചെയ്യാറുള്ളത്. പക്ഷേ അത്തരം എളുപ്പങ്ങൾക്ക് വേണ്ടിയിട്ട് മാടമ്പി ആശാൻ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാറില്ല. ഒറ്റയടി പിടിച്ചിട്ട് തന്നെയാണ് ആശാൻ ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചിട്ടും ആശാന് ഒരിക്കലും ഈ പറഞ്ഞ വെള്ളം ചേർക്കാൻ തയ്യാറല്ല. പഠിച്ചത് എന്താണോ അത് അതിൻ്റെ പരിപൂർണതയോടുകൂടി തൻ്റെ ശിഷ്യത്തിൽ എത്തിക്കണം എന്നുള്ളൊരു ഒരു ബോധ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ട്. സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ പെട്ടെന്ന് മാറിപ്പോയാൽ ഇതിൻ്റെ മൂല്യം ഇല്ലാതെയാവും തീരും. അപ്പം അത് കാരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം, അത് ശരിയാണ്. പക്ഷേ ജനങ്ങൾ ഇതിലേക്ക് വരണം, അങ്ങനെയാണ് വേണ്ടത് നമ്മൾ. അത് ജനങ്ങൾക്ക് ആവശ്യപ്രകാരം നമ്മൾ എന്തെങ്കിലും പാടി ഇത് വേറൊന്നായി മാറിപ്പോവും. അത് ഇല്ലാണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. കാലക്രമേണ അത് വരാം, വിരോധമില്ലാതെ അങ്ങനെ ആകുമ്പോഴേ കഥകളി പാട്ട് പറഞ്ഞാൽ അതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിയുടെ അപ്പുറത്തേക്ക് കടന്നാൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ കഥകളി എന്നുള്ള ആ സമ്പ്രദായം ഇല്ലാതെ മാറിപ്പോവും. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള കലാമണ്ഡലം അവാർഡ്, പട്ടിക്കാംതൊടി രാവുണ്ണി മേനോൻ സ്മാരക പുരസ്കാരം മുതലായി അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗീകാരങ്ങൾ ഈ ഗുരുനാഥന് പലതവണ ലഭിച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കേരളീയ സംഗീതത്തിന്റെ തനിമ അവതരിപ്പിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. പാടുന്നത് മാടമ്പിയാണെങ്കിൽ കളിക്കാൻ ആശാന്മാർക്കും യുവാക്കൾക്കും ഒരേപോലെ താല്പര്യമാണ്. കൂടെ പാടുന്ന ശിങ്കടികളും ഈ പൊന്നാനിക്കാരനെ അപരിചിതനായി കാണുന്നില്ല. ഭാര്യ ആര്യാദേവിയോടും മക്കളോടുമൊപ്പം ചെറുതുരുത്തിയിൽ സംതൃപ്തമായി ജീവിതം നയിക്കുകയാണ് മാടമ്പി. ിൽ ജപ്പാനിലേക്കാണ് ആദ്യം പോയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അമേരിക്കയിലും പോയിട്ടുണ്ട്. ഗൾഫ് ദുബായ് വരെ പോയിട്ടുണ്ട്. അദ്ദേഹം പാടുന്ന സമയത്ത് നമുക്ക് കളിക്കാൻ വളരെ സുഖമാണ്. വളരെ കൃത്യമായിട്ട് താളം പിടിച്ച് തരും. കലാശത്തിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് താളം പിടിച്ച് അതും കൃത്യമായിട്ട് ചെയ്തു തരും. ഇന്നത്തെ ആൾക്കാർ ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അത് വളരെ സുഖമാണ് അദ്ദേഹം ചെയ്യുന്ന സമയത്ത് മാത്രം. പിന്നെ ആ പഴയ ശൈലിക്ക് അത് ഒരു കേൾവിക്ക് ഒരു പ്രത്യേക സുഖമുണ്ട്. അദ്ദേഹം വളരെ പഴക്കമുള്ള ആൾക്കാരുടെ ആ ശൈലി പിന്തുടർന്നു പോകുന്ന ഒരാളാണ് ഇപ്പോൾ. കല മാത്രമായിട്ടാകുമ്പോൾ ബുദ്ധിമുട്ടാവും. കാരണം അത് ഇപ്പം ഇന്നൊരാൾ ഒരു പ്രോഗ്രാമിൽ വിളിച്ചാൽ നാളെ ആൾ വിളിച്ചോളണമെന്നില്ല. അപ്പോൾ അതിപ്പോൾ കിട്ടുമ്പോൾ പരമാവധി 5000 രൂപയിൽ മേലെയൊന്നും ഒരു പ്രോഗ്രാമിന് ഒരാൾക്ക് കിട്ടില്ല. അപ്പം അത് മാത്രമാകുമ്പോൾ ജീവിക്കാൻ ഇപ്പോഴും ആയിട്ടില്ല. നമ്മൾ സ്ഥാപനത്തിലൊക്കെ ജോലി ഉണ്ടെങ്കിൽ പിന്നെയും പറ്റും. എല്ലാവർക്കും ജോലിക്കുള്ള അവസരവും ഈ സ്ഥാപനങ്ങളിൽ ഉണ്ടാവില്ല. 3 ആൾ ഫീൽഡായില്ല. രണ്ടാമത്തെ ആൾ കുറച്ച് ദിവസം പഠിച്ചു. അപ്പോഴേക്കും പിന്നെ അയാൾ ജോലിക്കായിട്ട് പോയി. വീട്ടിൽ ഞാനും വൈഫും മാത്രം. പിന്നെ എപ്പോഴേക്കും അതിശി പോലെ വന്ന് പോവും. ജോലിക്കാരാകുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ. എല്ലാം ഒപ്പം പഠിച്ചതാണ്. ഹൈദരാലി, ശങ്കരൻ പ്രാതിരി, പിന്നെ ഒരു നമ്പീശൻ ഒരാളുണ്ടായിരുന്നു. അവരൊക്കെ പോയി. ഇപ്പം അതിൽ ഞാൻ മാത്രമേ ബാക്കി. പഠിക്കാൻ ചേരുമ്പോൾ 10-25 ആളുണ്ടായിരുന്നു. കോഴ്സ് കഴിയാറായപ്പോഴേക്കും 4 ആൾ ബാക്കിയായി. ആ 4 ആളിൽ ഇപ്പം ഞാൻ മാത്രം ബാക്കിയായി. അദ്ദേഹത്തിൻ്റെ പുതിയ സമ്പ്രദായത്തിലാണ്. പരീക്ഷണങ്ങൾക്ക് താല്പര്യമാണ്. അങ്ങനെയാണ് പുതിയതിങ്ങനെ ചെയ്യാൻ. അതിനെ അംഗീകരിക്കാനുള്ള കുറേ ആൾക്കാരുണ്ട്. അത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല.
30 വർഷത്തെ അധ്യാപക വൃത്തിക്ക് ശേഷം 1998 കലാമണ്ഡലത്തിൽ നിന്ന് അടുത്തൂൺ പറ്റിയെങ്കിലും ഇപ്പോഴും മാടമ്പി ആശാൻ അവിടത്തെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായി തുടരുന്നുണ്ട്. ശുദ്ധ സംഗീതത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശിഷ്യഗണത്തെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. അവരെല്ലാം ഈ സംഗീത ശാഖയെ പരിശുദ്ധിയോടെ സംരക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലുമാണ് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി. എനിക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹം, ഞാൻ പഠിപ്പിച്ച കുട്ടികളെ നേരെയായി കാണുന്നത് മാത്രം ഉദ്ദേശം അത്രേ ഉള്ളൂ. പഠിപ്പിച്ച ഭാഗങ്ങൾ വളരെ വെള്ളം കൂട്ടാണ്ട് ചെയ്യാൻ കഴിയുന്നിടത്തോളം ചെയ്യണം എന്നുള്ളൊരു മോഹമുണ്ട്. പുതിയത് കാണുമ്പോൾ എനിക്ക് ഭ്രമിച്ച് പോകാൻ ഒരു മനസ്സിലില്ല, എനിക്കില്ല. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ആകുമ്പോൾ ഈ കഥകളി ഇല്ലാണ്ടാവും. ഇപ്പം ആവശ്യക്കാർ ഈ പഴയതിന് ആവശ്യപ്പെട്ട അതാത് കാരണമാണ് എന്നെ വെച്ചാൽ ആ നിലയ്ക്കാണ് എന്നെ സമീപിക്കുന്നത്. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിൽ ഒരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.